ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവാണ്. പന്തളം അയ്യപ്പ ക്ഷേത്രം ഫേമസ് ടെമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് എന്തോ ട്രാവലേ ഉള്ളൂ. അമ്പലത്തിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ തൂക്കുപാലത്തിലാണ് പോയത്. പന്തളം തൂക്കുപാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വീതി കൂടി തൂക്കുപാലങ്ങളിലൊന്നാണ് കേട്ടോ. പിന്നെ ഇതിന് കുറുകെയായിട്ട് അച്ചൻകോവിൽ നദിയാണ് ഒഴുകുന്നത്. അടിപൊളി വ്യൂ ആണ്. ഞാൻ പണ്ടെപ്പോഴോ പോയതാണ്, എനിക്ക് പോയ ഓർമ്മ പോലും കറക്റ്റായിട്ടില്ല. പക്ഷേ നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്ത് ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടായിട്ട് ഇങ്ങനെ പോയി കാണുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് എനിക്ക് ആ സമയത്ത് കുറച്ച് വിഷമമൊക്കെ തോന്നി. പിന്നെ അമ്പലത്തിനടുത്ത് തന്നെ ആയതുകൊണ്ട്, പന്തളം അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ തൂക്കുപാലം. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാമിമാരൊക്കെ അവിടെ വന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം, ഒരുപാട് സ്വാമിമാർ വരുന്നുണ്ട്, അതുവഴി പോകുന്നുണ്ട്. പിന്നെ ഒരേ സമയം ഈ തൂക്കുപാലത്തിൽ 50 പേർക്ക് മാത്രമേ കയറാൻ പറ്റൂ. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇത് നിയന്ത്രിക്കാൻ. അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ. എനിക്ക് ഈ തൂക്കുപാലത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല, പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ആ നദി ഒഴുകുന്നതും ആ സ്കൈയും എല്ലാം അടിപൊളിയാണ്. പിന്നെ അമ്മയ്ക്ക് ചെറുതായിട്ട് പേടിയായതുകൊണ്ട് ഈ തൂക്കുപാലം ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പേടിയായിട്ട് അമ്മ എൻ്റെ കൈ പിടിച്ചൊക്കെയാണ് നടന്നത് കേട്ടോ. എനിക്ക് പിന്നെ ഒടുക്കത്തെ ധൈര്യമാണല്ലോ. പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. തൂക്കുപാലവും അമ്പലവും തമ്മിൽ വലിയ ദൂരമില്ല. സോ അമ്പലത്തിലോട്ട് പോയി. ഇപ്പം അയ്യപ്പ കാലം ആയതുകൊണ്ട് തന്നെ, ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാമിമാരും ഒരുപാട് ഷോപ്പുകളും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പന്തളം രാജാവിൻ്റെ മകനായി അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ ജീവിച്ചിരുന്നു എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് തിരുവാഭരണം കാണാനാണ് കേട്ടോ അന്നേ ദിവസം പോയത്. പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യവശാൽ ലക്കില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. അന്നേ ദിവസം അത് ക്ലോസ്ഡ് ആയിരുന്നു. നമുക്ക് പുറത്തുനിന്ന് കാണാൻ ഉള്ള ഒരു പെർമിഷനേ ഉള്ളായിരുന്നു. ഈ അമ്പലത്തിന് തൊട്ടു പുറകെയായിട്ട് അച്ചൻകോവിൽ നദി നല്ല വിശാലമായിട്ട് ഒഴുകുന്നുണ്ട്. അവിടെ സ്വാമിമാർ വന്ന് റെസ്റ്റ് എടുക്കുകയും ഫ്രഷ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫ്രഷ് ആവുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും എടുത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ വ്യൂ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് പോസിറ്റീവ് വൈബാണ് ഇവിടെ കിട്ടുന്നതെന്ന്. പിന്നെ അമ്പലത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതിൽ. ഞാൻ അവിടെ തൊഴുതു, ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശബരിമലയിൽ കിട്ടുന്ന സെയിം അരവണയും അപ്പവും ഒക്കെ ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ മെയിൻ വഴിപാട് തന്നെ. പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. തിരുവാഭരണം കാണാൻ പറ്റാത്തതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു, എങ്കിലും സാരമില്ല. ഒരുപാട് അയ്യപ്പന്മാർ വരുന്നുണ്ട് കേട്ടോ. ശബരിമലയിൽ കാൽനടയായിട്ട് പോകുന്ന സ്വാമിമാരെല്ലാം ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. അതേപോലെ തിരുവാഭരണം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ ആഭരണങ്ങളാണ് കേട്ടോ. നഗരവിളക്കിന് ഒരു 3 ദിവസം മുമ്പ് ആ തിരുവാഭരണവും നയിച്ച് ഒരു ഘോഷയാത്ര ശബരിമലയിലേക്കുണ്ട്. അതൊക്കെ ഭയങ്കര വലിയ ചടങ്ങാണ്. ഞാനിതുവരെ നേരിട്ടത് കണ്ടിട്ടില്ല. നമ്മൾ അടുത്തായിട്ടും ഞാനിതൊക്കെ എന്താ കാണാത്തതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നമുക്ക് കുറച്ച് അരവണയും അപ്പവും ഒക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞാൻ അരവണ അപ്പമൊക്കെ കഴിക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ അതേ സമയത്ത് ഏതെങ്കിലുമൊക്കെ ദൈവങ്ങളുടെ ഫോട്ടോ വാങ്ങുന്നതിലും അവിടെ കടകളിലൊക്കെ കയറുന്ന തിരക്കിലായിരുന്നു. ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് കടലയും ബിജിയൊക്കെ കഴിച്ചു. എനിക്ക് അമ്പലത്തിൽ പോയാലുള്ള മെയിൻ വിനോദം ഇതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു പോസിറ്റീവ് വൈബാണ്. കുറേ അയ്യപ്പന്മാരെ അടുത്ത് കാണുന്നു, കുറേ കുട്ടി അയ്യപ്പന്മാർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ശബരിമലയിലൊക്കെ ഞാൻ പണ്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും നാൾക്ക് ശേഷം ഇങ്ങനെ അയ്യപ്പന്മാരെയൊക്കെ ക്ലോസ് ആയിട്ട് കാണുന്നതൊക്കെ ആദ്യമായിട്ടാട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു, ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിത് അടുത്തായിട്ട് പോലും നമ്മളധികം പോകുന്നില്ലെന്നുള്ളൊരു വിഷമമൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ അവിടെ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അച്ഛൻ വരാത്തുള്ളൂ. അച്ഛന് കുറച്ച് ബിജിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗായ്സ്. ബൈ.